എല്ലാവർക്കും നമസ്കാരം. ശ്രുതി വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫേസ് മാസ്കിനെ കുറിച്ചാണ്. ഫേസ് മാസ്ക് സ്കിൻ കെയർ പ്രൊഡക്റ്റാണ്. നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഫേസ് മാസ്കിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായി, ഡീപ്പ് ക്ലെൻസിങ്ങിന് സഹായിക്കുന്നു. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ആഴത്തിലുള്ള മോയ്സ്ചർ കൊടുക്കുന്നു. ഡെഡ് സ്കിൻ റിമൂവ് ചെയ്ത് സ്കിൻ സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടുന്നു. ആൻറ്റി ഏജിങ്ങിന് സഹായിക്കുന്നു. മുഖത്തെ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് കുറയ്ക്കുന്നു. ഇലാസ്റ്റിസിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. സ്കിന്നിലുണ്ടാവാറുള്ള ഇറിറ്റേഷൻ, റെഡ്നെസ് ഒക്കെ കുറയ്ക്കുന്നു. ആക്നെ കൺട്രോൾ ചെയ്യുന്നു. എക്സസ് ഓയിൽ അബ്സോർബ് ചെയ്യുന്നു. വിവിധ തരം ഫേസ് മാസ്കുകൾ അവൈലബിൾ ആണ്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ക്ലേ മാസ്ക്. ഓയിലി സ്കിൻ, ആക്നെ സ്കിൻ ഉള്ളവർക്ക് ക്ലേ മാസ്ക് നല്ലതാണ്. ക്ലേ മാസ്ക് അമിതമായ ഓയിൽ വലിച്ചെടുക്കുകയും പോർസ് ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതായി ഷീറ്റ് മാസ്ക്. എല്ലാ സ്കിൻ ടൈപ്പിനും നല്ലതാണ് ഷീറ്റ് മാസ്ക്, പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ ഓർ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക്. അടുത്തതായി ജെൽ മാസ്ക്. സെൻസിറ്റീവ് ചർമ്മത്തിന്, വരണ്ട ചർമ്മമുള്ളവർക്ക് നല്ലതാണ് ജെൽ മാസ്ക്. ജെൽ മാസ്ക് സ്കിന്നിന് കൂൾ എഫക്റ്റ് തരുന്നു. അടുത്തതായി ക്രീം മാസ്ക്. ക്രീം മാസ്ക് ഡീപ്പായിട്ടുള്ള മോയ്സ്ചർ തരുന്നു. അതുകൊണ്ട് ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഏജിങ് സ്കിൻ ഉള്ളവർക്കും നല്ലതാണ്. അടുത്തതായി പീൽ ഓഫ് മാസ്ക്. പീൽ ഓഫ് മാസ്ക് ഡൾ, ടയേർഡ് സ്കിൻ ഉള്ളവർക്കാണ് നല്ലത്. ഡെഡ് സ്കിൻ, ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുകയും സ്കിന്നിന് തിളക്കം കൊടുക്കുകയും ചെയ്യുന്നു. അടുത്തതായി എക്സ്ഫോളിയേറ്റിംഗ് മാസ്ക്. എക്സ്ഫോളിയേറ്റിംഗ് മാസ്കിൽ AHA, BHA പോലുള്ള എക്സ്ഫോളിയൻസ് അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് റഫ് സ്കിൻ ടെക്സ്ചർ ഉള്ളവർക്കാണ് നല്ലത്. അടുത്തതായി ചാർക്കോൾ മാസ്ക്. ചാർക്കോൾ മാസ്ക് പോർസ് എല്ലാം ഡീപ്പായി ക്ലെൻസ് ചെയ്യുന്നു. ഓയിലി സ്കിൻ, ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്കാണ് ചാർക്കോൾ മാസ്ക് നല്ലത്. അടുത്തതായി സ്ലീപ്പിംഗ് മാസ്ക്. ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് സ്ലീപ്പിംഗ് മാസ്ക് നല്ലത്. ചർമ്മത്തിന് ഡീപ്പായിട്ടുള്ള ഹൈഡ്രേഷൻ നൽകുന്നതുകൊണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്